ഗ്രേറ്റ്നെസ് ടു ബിക്കം ഗ്രേറ്റ്. ഞാനും നിങ്ങളും നമ്മളെപ്പോലുള്ള ലക്ഷം കോടി വരുന്ന ലോകത്തിലെ കുറെ പേരും ഓർമ്മ വെച്ച കാലം തൊട്ട് ചേസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സംഭവം ഗ്രേറ്റ്നെസ്. ഈ വീഡിയോ കാണുന്ന പലരും ഗ്രേറ്റ് ആവുക അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ത് സ്കില്ലാണ് വേണ്ടതെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും പോരാ. ഈ അടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മിസ് ഒരു കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിക്കും ആ ഒരു സംഭവം കൂടി വേണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ സക്സസ്ഫുൾ ആവേണ്ടതെന്ന്. അതിനേക്കാൾ മുമ്പ്, ഡു സക്സസ് റിയലി മാറ്റർ ടു ബി ഗ്രേറ്റ്? സക്സസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പലരും മനഃപൂർവ്വം പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ലക്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ക്രൂഷ്യൽ ജോബ്. നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളെ എയിമുകളെയൊക്കെ ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജേണിയിലേക്ക് നിങ്ങൾ ഇന്നായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും സക്സസ് എന്ന് പറയുന്ന സംഭവം കിട്ടാൻ ലക്ക് എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. നമ്മളിപ്പോൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്കവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ലൈഫിൽ ലക്ക് തുണച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരവിടെ നിൽക്കുന്നത്. ജസ്റ്റ് ലൈക്ക് മോളിവുഡ് ടൈംസിലത്തെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ലക്ക് ഒരു തവണയെങ്കിലും അവരുടെ ആ ലൈഫിൽ തുണച്ചിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം KT പീറ്റർ. അതുകൊണ്ടാണ് അത്രയും കഴിവുണ്ടായിട്ടും പുള്ളിക്ക് ഒരു ലെവലിലെത്താൻ പറ്റാതായി പോയത്. ലക്ക് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, പക്ഷേ അത് വളരെ ചെറിയൊരളവിൽ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് തന്നെ മാറി മറയും. ആൻഡ് മിസ് പറഞ്ഞ കാര്യമാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ലൈഫിൻ്റെ ഒരു പോയിന്റിൽ വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളവരാണ്. കോംപ്രമൈസ് ചെയ്യുന്നവർക്കേ സക്സസ്ഫുൾ ആവാൻ പറ്റൂ. വിനീത് മാധവൻ ആ ഒരു സിനിമ ഡിലീറ്റ് ചെയ്യാതെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും വലിയൊരു സക്സസ് ആയേനെ വിനീത് മാധവൻ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആഫ്റ്റർ പാർട്ടി 2 എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് പുള്ളിക്ക് കൊടുക്കേണ്ടിയും വരില്ല. അതും എടുത്ത് പടമാക്കി ബാക്ക് ടു ബാക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള പടങ്ങൾ ഡെലിവർ ചെയ്ത് ഏറ്റവും വലിയൊരു സക്സസ് ആയേനെ പുള്ളി വിചാരിക്കുന്ന പോലെ തന്നെ. ആ ഒരു സ്ട്രീക്ക് തരുന്ന ഒരു പ്രിവിലേജ് ഒരു ഡയറക്ടറിന് കിട്ടിയിരിക്കും. അതുകൊണ്ട് ഏത് പടം ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്ത് വലിയൊരു സക്സസ് ആവാൻ വിനീത് മാധവന് പറ്റുമായിരുന്നു ഈ അവൻ ആ ഒരു പോയിന്റിൽ കോംപ്രമൈസ് ചെയ്താൽ. പക്ഷേ ആ പടം ശ്രദ്ധിച്ച് കണ്ടവർക്ക് മനസ്സിലാവും, വിനീത് മാധവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ ഗോൾ, ലൈഫിലത്തെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആവാന്നുള്ളതല്ല, ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കർ ആവാന്നുള്ളതാണ്. വൺ ഓഫ് ദി ഗ്രേറ്റ്സ് ആവണമെന്നാണ്. ഒരാൾ ഗ്രേറ്റ് ആവണമെങ്കിൽ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി ആവണമെങ്കിൽ അതിന് സക്സസ് മാറ്റർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സക്സസിൻ്റെ ഒരു അളവുകോലെന്ന് പറഞ്ഞാൽ മണി, ഫെയിം, അങ്ങനത്തെ പവർ, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു സംഭവമാണ്. അത് ഏറ്റവും കൂടുതൽ ആരുടെയിലുണ്ടോ അവർ സക്സസ്ഫുൾ ആണ്. വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റർ ഉണ്ട്. നിങ്ങൾ പലരും പുള്ളിക്കാരൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റാറി നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പെയിൻറ്റിങ്. പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ഒരു പെയിൻറ്റിങ് പോലും വിറ്റ് പോയിട്ടില്ല. 10 പൈസ കയ്യിലില്ലാണ്ടാണ് പുള്ളി മരിച്ചു പോയത്. ഇന്ന് പുള്ളി വരച്ച ആ പെയിൻറ്റിങ്സിനൊക്കെ ലക്ഷം കോടി രൂപയുടെ വർത്ത് ഉണ്ട്. പിന്നെ മൊസാട്ടിനെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പുള്ളീനെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ മ്യൂസിക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇപ്പം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതും പുള്ളിയുടെ മ്യൂസിക്കാണ്. കടം കയറി മുടിഞ്ഞിട്ടാണ് പുള്ളി മരിച്ചത്. അതും പോപ്പേഴ്സ് ഗ്രേവ് എന്ന് പറയും. അതായത് വെസ്റ്റിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഒരു സർട്ടൻ ഒരു ലെവലിൽ നമ്മളില്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ആ ദിവസം ആരൊക്കെ മരിച്ചിട്ടുണ്ടോ വലിയൊരു കുഴി പിടിക്കും, എന്നിട്ട് അതിലേക്ക് ഇവരുടെ ശവങ്ങളൊക്കെ ഇങ്ങനെ ഇടും. അങ്ങനെയാണ് പുള്ളീനെ അടക്കിയേക്കുന്നത്. പക്ഷെ 100-400 വർഷം മുമ്പ് പുള്ളി ചെയ്ത കമ്പോസിഷൻസ് ഒക്കെ നമുക്ക് കാണാപ്പാടാണ്. ഏതോ ഒരു മൂലയിൽ ഇംഗ്ലണ്ടിലോ വിയന്നയിലോ ഇരുന്ന് പുള്ളി ചെയ്ത സാധനം 100-400 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യയുടെ ഏറ്റവും മൂലയിലുള്ള, കേരളത്തിൻ്റെ ഒരു മൂലയിലുള്ള നമ്മൾ ഇത് കേൾക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. KG ജോർജ് സാറിൻ്റെ കുറേ പടങ്ങൾ കാലത്തിന് മുമ്പേ ഉള്ളതാണെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ KG ജോർജ് സാറിൻ്റെ പല പടങ്ങളും കൊമേഴ്ഷ്യലി ഫെയിലിയേഴ്സ് ആയിരുന്നു. പത്മരാജൻ സാറാ പുള്ളിയുടെ പടങ്ങൾ, ഇപ്പോൾ ലാസ്റ്റ് പുള്ളി മരിക്കുന്നത് തന്നെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന പടം കൊമേഴ്ഷ്യലി ഫെയിലിയർ ആയിട്ട് അതിൻ്റെ നഷ്ടം നികത്താൻ ഇനിയൊരു പടം ചെയ്യണമെന്നും പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ആ ദിവസം ആ രാത്രിയാണ്. സോ സക്സസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോംപ്രമൈസാണ്. പക്ഷേ ഗ്രേറ്റ്നെസ്സിൻ്റെ പ്രൈസ് എന്താണ്? മൊസാട്ടിൻ്റെ പോലെ തന്നെ നമ്മുടെ പത്മരാജൻ സാർ ഇപ്പോൾ ഭയങ്കര മോസ്റ്റ്ലി സെലിബ്രേറ്റഡ് ആണ്. ഒരു 100 കൊല്ലത്തോളം കഴിഞ്ഞാലും പുള്ളീനെ ആൾക്കാർ ഓർത്തിരിക്കും. നമ്മുടെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം പുള്ളീനെ ആൾക്കാർ ഓർത്തിരിക്കും. അതുപോലെ തന്നെയാണ് മോളിവുഡ് ടൈംസിലെ വിനീത് മാധവൻ. ആ ക്യാരക്ടർ ചിലപ്പോൾ ഒരു സക്സസ്ഫുൾ പടം പോലും പിടിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു പടം പോലും പുള്ളിക്കിനി കിട്ടില്ല. പക്ഷേ ആ ഒരു യൂണിവേഴ്സിൽ വർഷങ്ങളോളം കഴിഞ്ഞാലും പുള്ളീനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഹീസ് വൺ ഓഫ് ദി ഗ്രേറ്റ്സ്. ആ ഒരു ക്യാരക്ടർ തന്നെ ഒരു ഗ്രേറ്റ് മാൻ ആവാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഒരു ജീവിതം പോലും ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ഗ്രേറ്റ്നെസ്. ചിലപ്പോൾ നമുക്ക് ഇതൊന്നും തിരിച്ചു കിട്ടിയെന്നും വരില്ല. പക്ഷേ അതാണ് ദ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഓഫ് ബീയിങ് എ ഗ്രേറ്റ് മാൻ.
ചിലപ്പോൾ നിങ്ങളൊരു ഓടയിൽ കിടന്ന് മരിച്ചേക്കാം, അല്ലെങ്കിൽ മണ്ടൻ തീരുമാനം എടുത്ത ഒരാളായിട്ട് നിങ്ങൾ ഹിസ്റ്ററി കണ്ടേക്കാം, ജസ്റ്റ് ലൈക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ജസ്റ്റ് ലൈക്ക് ജൂലിയസ് സീസർ. പക്ഷേ ദാറ്റ്സ് ദ പ്രൈസ് ഓഫ് ബീങ് ഗ്രേറ്റ്. സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്ന സംഭവം നമ്മളെല്ലാവരും എയിം ചെയ്യുന്നൊരു കാര്യമാണ്. സക്സസ് വിൽ ബ്രിങ് യു ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ, എല്ലാം തരും. പക്ഷേ ഗ്രേറ്റ്നെസ് വിൽ ഡ്രാഗ് യു ടു മഡ്. ഇറ്റ് വിൽ സ്ട്രിപ്പ് യു നേക്കഡ്, ഇറ്റ് വിൽ പഞ്ച് യു ഇൻ ദ ഗട്ട്. പക്ഷേ ദാറ്റ്സ് ദ പ്രൈസ് ഓഫ് ബീങ് ഗ്രേറ്റ്. ഇനി ചൂസ് ചെയ്യുക, സക്സസ് ആണോ വേണ്ടത്, ഗ്രേറ്റ്നെസ് ആണോ വേണ്ടത്?